റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ KPCC അധ്യക്ഷ ചുമതല ഇനി ആർക്കു നൽകും എന്നൊരു ചോദ്യം കോൺഗ്രസ് അഭിമുഖീകരിക്കുകയാണ്. വലിയ ആശയക്കുഴപ്പമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, MK രാഘവൻ, ഇങ്ങനെ നീണ്ട നിരയാണ്. ഇനി മുതിർന്ന നേതാക്കളാണ് പരിഗണിക്കുന്നതെങ്കിൽ KC ജോസഫ് ഉണ്ട്, PJ കുര്യനുണ്ട്. ഈ പേരുകളെല്ലാം പരിഗണനയിലുണ്ട്. ഷാഫി പറമ്പിലിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ ശക്തമാണ്. എന്നാൽ ഹൈക്കമാൻഡ് ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടുമില്ല. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷി, ഏത് സ്ഥാനം എന്നേ ഉള്ളൂ. അത് KPCC അധ്യക്ഷന്റെ സ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളുടെ അവകാശവാദം ഉണ്ടാകും. ആരുടെ പേരുകൾക്കാണ് പ്രാമുഖ്യം? മധു, തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സ്വാഭാവികമായും സണ്ണി ജോസഫ് ഈ തവണയും സ്ഥാനാർത്ഥിയാകുമെന്ന് വ്യക്തമാണ്. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരും അത് ലൈംഗിക അതിക്രമ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിയാൽ, സ്വയം ഒഴിയുന്ന K ബാബുവിനെ മാറ്റി നിർത്തിയാൽ എല്ലാവരും മത്സരിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് മത്സരിക്കുമ്പോൾ പകരം ആര് ചുമതല ഏറ്റെടുക്കും എന്ന ചർച്ച ഇപ്പോൾ പാർട്ടിക്കകത്ത് ശക്തമാകുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിനടുപ്പിച്ച് ചുമതല കൈമാറുന്നതാണ് പതിവ്. അത് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാത്തതുകൊണ്ട് ചുമതലയിൽ നിന്നു. അതിനു മുമ്പ് അങ്ങനെയായിരുന്നില്ല. ഓരോ നേതാക്കൾ ഇപ്പോൾ K സുധാകരൻ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ചുമതല MMS-ന് കൈമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൈമാറുന്നതാണ് പതിവ്. പക്ഷേ ഈ തവണ അങ്ങനെയല്ല. ഈ തവണ UDF അധികാരത്തിലെത്താൻ കഴിയും. അതുകൊണ്ട് സണ്ണി ജോസഫ് മത്സരിക്കാൻ പോകുമ്പോൾ താൽക്കാലിക ചുമതല ലഭിച്ചാൽ അത് സ്ഥിരം ചുമതലയാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾക്ക്. അതുകൊണ്ടാണ് ഈ പദവിക്ക് വേണ്ടിയുള്ള ഒരു പിടിവലി ശക്തമാകുന്നത്. പല നേതാക്കളെയും പരിഗണിക്കപ്പെടുന്നു. അതിൽ MK രാഘവനുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, ബെന്നി ബെഹനാനുണ്ട്. അതിനു പുറമെ മുതിർന്ന നേതാക്കൾ വേണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് വരുമ്പോൾ PJ കുര്യാനും ഒപ്പം തന്നെ KC ജോസഫ് അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ. അതിനൊപ്പമാണ് യുവ നേതാവായ ഷാഫി പറമ്പിൽ, KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫിയുടെ പേരും പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഷാഫി പറമ്പിലിന് വേണ്ടി സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ക്യാമ്പയിനുണ്ട്. കോൺഗ്രസിനെ രക്ഷിക്കാൻ ഷാഫിയെ കൊണ്ടുവരണം. ഏതായാലും KPCC അധ്യക്ഷനെ ആർക്ക് ചുമതല നൽകണമെന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നേയുള്ളൂ. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. മാധു, ശരി. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ആരായിരിക്കും അടുത്ത KPCC അധ്യക്ഷൻ എന്ന ചർച്ചകൾ വീണ്ടും കോൺഗ്രസിൽ സജീവമാവുകയാണ്. സണ്ണി ജോസഫ് മത്സരിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിന് സാധ്യമാവുകയാണ് എങ്കിൽ അതൊരു സ്ഥിരം സ്ഥാനമായി മാറ്റപ്പെടുമെന്നുള്ളത് കൊണ്ട് കൂടി തന്നെ അവകാശവാദത്തിന് ശക്തിയേറെയാണ്. മുതിർന്ന നേതാക്കളുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവരുണ്ട്. ഷാഫി പറമ്പിലിന് വേണ്ടിയുള്ള മുറവിളികൾ കൂടുതൽ ശക്തമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി ഷാഫിക്ക് കഴിയൂ എന്നുള്ളതൊക്കെയാണ് ഷാഫി ആർമിയുടെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. എങ്ങനെ എവിടെ ചെന്ന് ആരിൽ നിൽക്കും എന്നുള്ളത് കൗതുകത്തോടെ നമുക്ക് നോക്കിയിരുന്ന് കാണുകയും ചെയ്യാം.